ഇത് ക്യാൻഡിൽസ്റ്റിക് ട്രേഡിംഗ് കോഴ്സിൻ്റെ പാർട്ട് 1 ആണ്. ഈ വീഡിയോയിൽ കൂടെ സിമ്പിളായിട്ട് ക്യാൻഡിൽസ്റ്റിക്കിനെ പറ്റി നല്ലപോലെ പറഞ്ഞുതരാനായിട്ട് ഞാൻ ശ്രമിക്കും. മാത്രമല്ല ഇത് സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതിനാദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ടൈപ്സ് ഓഫ് ചാർട്ട്സ് ആണ്. നമ്മൾ ഒന്നാമത്തെ ചാർട്ടാണ് ആദ്യം നോക്കാൻ പോകുന്നത്. ഒന്നാമതാണ് ലൈൻ ചാർട്ട്. ലൈൻ ചാർട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈൻ മാത്രം ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് വലിയ യൂസ് ഒന്നുമില്ല, നമുക്കത് കണ്ട് അനലൈസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. രണ്ടാമത്തതാണ് ബാർ ചാർട്ട്. ബാർ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വരച്ചാണ് ജസ്റ്റ് ഒരു ബാർ ആയിട്ടായിരിക്കും പോകുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഇത് കണക്കാണ് ബാർ ചാർട്ട് പോകുന്നത്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്നിക്കൽ അനാലിസിസിന് ഭയങ്കര പാടാണ്. മാത്രമല്ല ഇതുകൊണ്ട് വലിയ നമുക്ക് യൂസ് ഒന്നുമില്ല. നമുക്ക് യൂസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ജാപ്പനീസ് ക്യാൻഡിൽസ്റ്റിക്കാണ്. അതിനെപ്പറ്റി കറക്റ്റ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത്. ഈ ഫുള്ളാണ് ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത്. ഇതിന് അനാറ്റോമി ഓഫ് ക്യാൻഡിൽസ്റ്റിക് എന്ന് പറയാം. അനാറ്റോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോക്ടർമാർ മറ്റേ എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ, അതാണ് സംഭവം. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഇത് ബോഡി എന്ന് മാത്രം മനസ്സിലാക്കുക. ഇതിൻ്റെ ഇതാണ് ഓപ്പൺ, ഇതാണ് ക്ലോസ്, ഇതാണ് ലോ, ഇതാണ് ഹൈ. ഇവിടെ കിടക്കുന്ന വരയാണ് ഷാഡോ. ഇതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഒരു പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഓപ്പൺ. ക്ലോസ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം ആ പ്രൈസ് അവസാനിക്കുമ്പോൾ, അന്നത്തെ ദിവസം അവസാനിക്കുമ്പം ആ പ്രൈസ് എവിടെയാണ് നിൽക്കുന്നത്, അതാണ് ക്ലോസ്. ഹൈ എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം ആ പ്രൈസ് എത്ര മുകളിലോട്ട് പോയി എന്നുള്ളതാണ് ഹൈ. അന്നത്തെ ദിവസം ആ പ്രൈസ് എത്ര ലോ ആയെന്നാണ് ലോ എന്ന് പറയുന്നത് മനസ്സിലാക്കുന്നത്. ഇതുകൊണ്ട് ഷാഡോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോയിലോട്ട് വന്നിട്ട് തിരിച്ച് ഓപ്പണിലോട്ട് പോകുന്നൊരു സ്പേസ് ഇല്ലേ, അതാണ് ഷാഡോ. ഇനി ഇത് ഒരു ഗ്രീൻ ക്യാൻഡിലാണെങ്കിൽ, ഈ ബോഡി ഒരു ഗ്രീൻ കളറാണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ബുള്ളിഷ് ആണെന്നാണ്. ലൈക്ക് മാർക്കറ്റ് മുകളിലോട്ട് പോയെന്നാണ് അതിൻ്റെ അർത്ഥം. പകരം അതൊരു റെഡ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ബെയറിഷ് ആണെന്നാണ്. ബെയറിഷ് എന്ന് പറഞ്ഞാൽ പ്രൈസ് താഴോട്ട് പോയെന്നാണ് അർത്ഥം. ഇതിൻ്റെ കളർ അനുസരിച്ചാണ് ഈ രണ്ടും. പിന്നെ നമുക്കിതൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇതൊരു 10 മിനിറ്റിൻ്റെ ഒരു ക്യാൻഡിലാണെന്ന് വിചാരിക്കുക. 100 രൂപയിൽ ഈ ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടുന്ന് ഏറ്റവും ലോ ആയിട്ട് 50 രൂപ വരെ അത് വരുന്നു. തിരിച്ച് മുകളിലോട്ട് 200 രൂപ വരെ പോകുന്നു. അതാണ് ഏറ്റവും ഹൈ. അത് കഴിഞ്ഞ് തിരിച്ച് 50 രൂപയിൽ അവസാനിക്കുന്നു. അതായത് 10 മിനിറ്റ് അവസാനിക്കുമ്പോഴത്തേക്കും അതിൻ്റെ പ്രൈസ് 150 രൂപയാകുന്നു. ഈ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ പ്രൈസ് 100 രൂപയാണ്. ഇതിൽ ഈ ക്യാൻഡിൽ ചിലപ്പം 10 മിനിറ്റിൻ്റെ ഉണ്ടാവാം, 1 മിനിറ്റിൻ്റെ ഉണ്ടാവാം, ചിലപ്പോൾ മാസങ്ങളിൽ വരെ ഉണ്ടാവാം. അത് നിങ്ങളുടെ അനുസരിച്ചാണ് ഈ ചൂസ് ചെയ്യേണ്ടത്, നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത്. ഇതിൽ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു ദിവസത്തെ ആണെന്ന് വിചാരിക്കുക. ഞാൻ കറക്റ്റായിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഒരു ദിവസത്തെ ആണെങ്കിൽ രാവിലെ അതിൻ്റെ പ്രൈസ് 100 രൂപയാണെന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ ആയപ്പോഴത്തേക്കും പ്രൈസ് കുറഞ്ഞു, അതാണ് ലോ. അവിടെ നിന്ന് തിരിച്ച് ഭയങ്കര കൂടുതലായിട്ട് 200 രൂപ വരെ പ്രൈസ് പോകുന്നു. തിരിച്ച് 200 രൂപയിൽ നിന്ന് ദിവസം അവസാനിച്ചപ്പോഴത്തേക്കും 150 രൂപയിൽ തീരുന്നു. ഇതാണ് ഒരു ക്യാൻഡലിൻ്റെ ബോഡി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനിയും നമുക്ക് 2 ടൈപ്സ് ഓഫ് ക്യാൻഡിൽസ് ഉണ്ട്. ബുള്ളിഷ് ഉണ്ട്, ബെയറിഷ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റെഡും ഗ്രീനും. ബുള്ളിഷ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്നുമില്ല. ബുള്ളിഷ് എന്ന് പറയുമ്പം ഒരു ബുള്ളെന്ന് പറയുമ്പോൾ എന്താണ്, ഈ പോത്താണ്, അതാണ് അതൊരു സംഭവമാണ്. ഓക്കെ, അതിൻ്റെ അർത്ഥം സ്പീഡിൽ ഓടുക അല്ലെങ്കിൽ മുന്നോട്ട് പോവുക, പ്രൈസ് കൂടുന്നതിനെയാണ് ബുള്ളിഷ് എന്ന് പറയുന്നത്. പിന്നുള്ളത് ബെയറിഷ് ആണ്. ബെയറിഷ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കരടിയെ പോലെ ആയിരിക്കും. ലൈക്ക് പ്രൈസ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയെന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് രണ്ടും ഇത്ര സിമ്പിൾ കാര്യങ്ങളാണ്, ബുള്ളിഷും ബെയറിഷും. പിന്നുള്ളതാണ് റിവേഴ്സൽ ഉണ്ട്, പിന്നെ കണ്ടിന്യൂവേഷൻ ഉണ്ട്. റിവേഴ്സൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഒന്ന് വരച്ച് കാണിക്കാം. താഴോട്ട് ഇങ്ങനെ ഒരു മാർക്കറ്റ് വരുന്നു. അപ്പോൾ ഇവിടെ ഒരു ക്യാൻഡിൽ ഫോം ആവുന്നു. ആ ക്യാൻഡിൽ ഫോം ആവുന്നതുകൊണ്ട് തിരിച്ച് മുകളിലോട്ട് മാർക്കറ്റ് കയറി പോകുന്നു. അതാണ് റിവേഴ്സൽ എന്ന് പറയുന്നത്. തിരിച്ച് കണ്ടിന്യൂവേഷൻ ആണെങ്കിൽ ഇപ്പോൾ മുകളിലോട്ട് പോകുന്നൊരു മാർക്കറ്റ്, അവിടെ ക്യാൻഡിൽ ഫോം ആവുന്നു, അവിടുന്ന് തിരിച്ച് അങ്ങനെ തന്നെ കണ്ടിന്യൂവേഷനായിട്ട് മുകളിലോട്ട് പോകുന്നു. ഇതാണ് റിവേഴ്സലും കണ്ടിന്യൂവേഷനും. ഈ വീഡിയോയിൽ നമ്മൾ റിവേഴ്സൽ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസിനെ പറ്റിയായിരിക്കും നോക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തെയാണ് ബുള്ളിഷ് എൻഗൾഫിങ്. ബുള്ളിഷ് എൻഗൾഫിങ്ങിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഴുങ്ങുക, ലൈക്ക് മൊത്തത്തിൽ എന്നുള്ള അർത്ഥമാണ്. ഇപ്പം ഞാനൊരു ചാർട്ട് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. താഴോട്ടിങ്ങനെ റെഡ് ക്യാൻഡിൽ വന്ന്
റെഡ് ക്യാൻഡിൽ വന്നു, ഒരു 4 റെഡ് ക്യാൻഡിൽ വരുന്നു. അത് കഴിഞ്ഞ് ഈ ലാസ്റ്റ് വന്നേക്കുന്ന റെഡ് ക്യാൻഡിലിനേക്കാളും വലിയ ഒരു ക്യാൻഡിൽ ഫോം ആവുന്നു, ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആവുന്നു. എന്നിട്ട് മാർക്കറ്റ് തിരിച്ച് മേളിലോട്ട് പോകുന്നു, റിവേഴ്സ് അടിച്ച് തിരിച്ച് മേളിലോട്ട് കയറി പോകുന്നു. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ലാസ്റ്റ് വന്ന റെഡ് ക്യാൻഡിലിനേക്കാളും 50% കൂടുതലായിരിക്കും അത് കഴിഞ്ഞ് വരുന്ന ഗ്രീൻ ക്യാൻഡിൽ. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ കറക്റ്റായിട്ട് പറഞ്ഞുതരാം, ഇച്ചിരി വലുതായിട്ട് പറഞ്ഞുതരാം. ഇത് ഒരു റെഡ് ക്യാൻഡിലാണ്. ഇതിൻ്റെ അടുത്ത് ഇത്രയും വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നു. ഇവിടെ ഒരു ഗ്യാപ്പ് ഫോം വന്നു. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തുകൊണ്ട് ഈ ഗ്രീൻ ക്യാൻഡിൽ വന്ന് നിൽക്കുന്നു. ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ, ഈ റെഡ് ക്യാൻഡിലിൻ്റെ 50%ക്കാളും വലുതാണ് ഫോം ആയിരിക്കുന്ന ഗ്രീൻ ക്യാൻഡിൽ. നെക്സ്റ്റ് വണ്ണാണ് മോർണിംഗ് സ്റ്റാർ. മോർണിംഗ് സ്റ്റാർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡേ നൈറ്റ് പോലെയാണ്. നൈറ്റ് എന്ന് പറയുമ്പോൾ പ്രൈസ് താഴോട്ട് പോകുന്നു, ഡേ ആകുമ്പം മുകളിലോട്ട് പോകുന്നു, അത്ര ചെറിയൊരു ഇതേ ഉള്ളൂ അതിൻ്റെ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴോട്ട് ഇപ്പോൾ ഒരു മാർക്കറ്റ് വരികയാണ്, റെഡ് ക്യാൻഡിൽസ് ഫോമായി വരികയാണ്. ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ വന്നു, അത് കഴിഞ്ഞ് ഒരു ചെറിയ റെഡ് ക്യാൻഡിലും കൂടെ അവിടെ വരുന്നു. അല്ലെങ്കിൽ അത് റെഡ് ആവാം, ചിലപ്പോൾ ഗ്രീൻ ആവാം, ഒരു ചെറിയ ക്യാൻഡിലായിരിക്കും വരുന്നത്. അത് കഴിഞ്ഞ് ഒരു ഗ്രീൻ ക്യാൻഡിൽ വരുന്നു. ഈ ഗ്രീൻ ക്യാൻഡിൽ ഈ സൈഡിൽ ഇരിക്കുന്ന ഈ റെഡ് ക്യാൻഡിലിനെക്കാളിലും ഒരു 50%, ഒരു 50% വലുതായിരിക്കും. അതിൻ്റെ അർത്ഥം ഇതൊരു മോർണിംഗ് സ്റ്റാർ ആണെന്നാണ്. ലൈക്ക് ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. താഴോട്ടൊരു മാർക്കറ്റ് വരുന്നു, ഒരു റെഡ് ക്യാൻഡിൽ ഫോം ആവുന്നു, അത് കഴിഞ്ഞൊരു ചെറിയ ക്യാൻഡിൽ ഫോം ആവുന്നു. ഈ ചെറിയ ക്യാൻഡിൽ ഗ്രീൻ ആവാം, ചിലപ്പോൾ റെഡ് ആവാം. അത് കഴിഞ്ഞ് ഒരു വലിയ ഗ്രീൻ ക്യാൻഡിൽ വരുന്നു. ആ ഗ്രീൻ ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് തൊട്ട് മുന്നുള്ള റെഡ് ക്യാൻഡിലിനെക്കാളും വലുതായിരിക്കും. അടുത്തതാണ് 3 വൈറ്റ് സോൾജേഴ്സ്. 3 വൈറ്റ് സോൾജേഴ്സ് സിമ്പിളാണ്, പക്ഷേ മിക്കവർക്കും അറിയത്തില്ല. ഇതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. താഴോട്ട് മാർക്കറ്റ് വരികയാണ്, റെഡ് ക്യാൻഡിൽ വിൽക്കണം. ഇങ്ങനെ 1 2 3 ഒരു 3 റെഡ് ക്യാൻഡിൽ വരുന്നു, ഒരു 4 റെഡ് ക്യാൻഡിൽ വരുന്നു. അത് കഴിഞ്ഞ് അടുപ്പിച്ച് 3 ഗ്രീൻ ക്യാൻഡിൽ വരുന്നു. വെറും ഗ്രീൻ ക്യാൻഡിൽ മാത്രമല്ല, ഈ 3 എണ്ണത്തിന് പ്രത്യേകതകളുണ്ട്. ഇതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ് ഇത്. ജസ്റ്റ് ഒന്നാമത്തെ പ്രത്യേകത 3 ഗ്രീൻ ക്യാൻഡിൽ വരുമെന്നാണ്. രണ്ടാമത്തെ പ്രത്യേകത, ഈ 3 ഗ്രീൻ ക്യാൻഡിലും ഒരേ ഏകദേശം വലുപ്പമായിരിക്കും. അതുമാത്രമല്ല നല്ല സ്ട്രോങ് ക്യാൻഡിലും ആയിരിക്കും. ജസ്റ്റ് ഒരു ചെറിയ ക്യാൻഡിൽ വന്നു, പിന്നെ വലിയ ക്യാൻഡിൽ വന്നു, അങ്ങനെ ഒരു വ്യത്യാസം കാണത്തില്ല. ഒരു ചെറിയൊരു വ്യത്യാസം കാണത്തുള്ളൂ, പക്ഷേ ഏകദേശം 3 നല്ല സ്ട്രോങ് ആയിട്ട് നല്ല 3 ക്യാൻഡിലായിരിക്കും. ഇതും ഒരു റിവേഴ്സൽ പാറ്റേൺ ആണ്. മറന്നുപോയി, ഞാൻ ഇനി ഇത് പറയത്തില്ല. റിവേഴ്സലാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് മൊത്തം. മാത്രമല്ല ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളൊരു നോട്ട് ചെയ്ത് പോവുക. മാക്സിമം ഒന്ന് എഴുതി വെക്കാൻ നോക്കുക. ഓക്കെ, അടുത്തതാണ് ഹാമർ പാറ്റേൺ. ഇതെങ്ങനെയാണ് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഹാമർ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ചുറ്റിക പോലെ ആയിരിക്കും ഇരിക്കുന്നത്, ആ പേരിൽ തന്നെ ഉണ്ട്. ഇത് ചിലപ്പോൾ ഒരു റെഡ് ആവാം, ചിലപ്പോൾ ഒരു ഗ്രീൻ ആവാം, ഇത് രണ്ടിൽ ഏതെങ്കിലും ആവാം. മാത്രമല്ല ഈ ഹാമർ പാറ്റേൺ വരികയാണെങ്കിൽ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ ഹാമർ പാറ്റേൺ വരികയാണെങ്കിൽ ഇത് തിരിച്ച് മുകളിലോട്ട് പോകും. ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് വരച്ച് കാണിക്കാം. ഇങ്ങനെ റെഡ് ക്യാൻഡിൽസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇവിടെ ഹാമർ ഫോം ആവുന്നു. ഈ ഹാമർ ഫോം ആവുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഹാമറിന് ചിലപ്പോൾ മുകളിലും ഒരു ഷാഡോ ആണ്. ഷാഡോ എന്താണെന്ന് ഇവരേക്ക് മുന്നേ ഞാൻ പറഞ്ഞായിരുന്നു. ഒരു ചെറിയ ഷാഡോ ചിലപ്പോൾ കാണാം. അതുണ്ടായാലും ഇല്ലേലും സെയിം ഹാമർ തന്നെയാണ്. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഹാമർ പോലെ ഇരിക്കുമെന്നേ ഉള്ളൂ. ഈ ഷാഡോ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് ഹാമർ അല്ല എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അത് കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ച് മുകളിലോട്ട് പോകുന്നു. ഈ ഹാമർ ചിലപ്പം റെഡ് ആവാം, ചിലപ്പോൾ ഗ്രീൻ ആവാം. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ വേറൊരു കാര്യമുണ്ട്. ഹാമർ ഇങ്ങനെ മാത്രമല്ല, ഹാമർ ഇങ്ങനെ വരാം. ഇങ്ങനെ വരുന്നതിനാണ് ഇൻവേർട്ടഡ് എന്ന് പറയുന്നത്. ഇൻവേർട്ടഡ് ഹാമർ നേരെ താഴോട്ട്. അതിന് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ്. റെഡ് ആവാം, ഗ്രീൻ ആവാം, തിരിച്ച് മുകളിലോട്ട് പോകുന്നത്, അത്രേ ഉള്ളൂ. ഈ വീഡിയോനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ അടുത്ത വീഡിയോയിൽ വരാൻ പോകുന്ന വീഡിയോയിൽ ഞാൻ വേറെ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസിനെ പറ്റിയായിരിക്കും പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു.